വയനാട് തിരുനെല്ലിയിലെ നാട്ടുവഴികൾ കോടങ്കിയാട്ടത്തിന്റെ വിഷുത്താളം കൊണ്ട് നിറയുകയാണ്. വിഷുവിന്റെ വരവറിയിച്ച് കാട്ടുനായ്ക്ക വിഭാഗത്തിലെ കോടങ്കിയാട്ട കോൽക്കളി സംഘങ്ങൾ ഗ്രാമങ്ങളിലെ വീടുകളിലെത്തും. വീടുകളിൽ നിന്ന് ലഭിക്കുന്ന കാണിക്ക വിഷുത്തലേന്ന് തിരുനെല്ലി പെരുമാളിന്റെ സന്നിധിയിൽ സമർപ്പിക്കും. ശേഷം വിഷുക്കണി കണ്ടാണ് സംഘം മടങ്ങുക. അരയിൽ മണിയും തലയിൽ കിരീടവും കണിക്കൊന്നകൾ കൊണ്ട് ശരീരവും അലങ്കരിച്ചു വരുന്ന കോടങ്കി എന്ന കോമാളിയാണ് കോടങ്കിയാട്ടത്തിലെ പ്രധാനി. കൂടെ അണിഞ്ഞൊരുങ്ങിയ സുള എന്ന പേരിൽ അറിയപ്പെടുന്ന പെൺവേഷവുമുണ്ടാകും. കൂട്ടത്തിലെ മൂപ്പന്റെ പാട്ടിനൊത്ത് ചടുലമായി ചുവടുവെച്ചുള്ള കോൽക്കളി തിരുനെല്ലിയിലെ വിഷുക്കാലത്തെ മനോഹരമായ കാഴ്ചയാണ്. കാട്ടിൽ നിന്ന് ഊരുമൂപ്പന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേകം വെട്ടിയെടുത്ത മുളം കമ്പുകളാണ് ഇവർ കോൽക്കളിക്കായി ഉപയോഗിക്കുന്നത്. കോമാളിയുടെ ശരീരം മുഴുവൻ ചായം തേച്ച് ചിത്രങ്ങൾ വരയ്ക്കും. കരിക്കട്ടയും മണ്ണും ഉപയോഗിച്ചുള്ള പ്രകൃതിദത്തമായ നിറങ്ങളാണ് ഇതിന് ഉപയോഗിക്കുക. അരമണിയുടെ കിലുക്കം ഇവരുടെ ഗോത്ര സംഗീതത്തിന് ഇമ്പം കൂട്ടും. വീടുകളിലെത്തുന്ന കോടങ്കിയാട്ടക്കാർക്ക് അരിയും പണവും നെല്ലുമെല്ലാം കാണിക്കയായി കിട്ടും. കാട്ടുനായ്ക്ക വിഭാഗമാണ് നമ്മൾ ഇത് കൊണ്ട് നടക്കുന്നത്. അതിലുള്ള ആചാരമാണ് ഇത്. തിരുനെല്ലി പെരുമാളിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ കളിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 7 ദിവസം വ്രതത്തിൽ നിൽക്കണം. ഈ പെണ്ണ് വേഷം കിട്ടുന്നതും ഈ കോമാളി എന്ന് പറഞ്ഞ ആളും കിട്ടുന്നത് 7 ദിവസം വ്രതത്തിലാണ് നിൽക്കല്. അത് കഴിഞ്ഞിട്ടാണ് ഈ വേഷമെല്ലാം മാറി വ്രതത്തിൽ കെട്ടിയിട്ട് അടിക്കുക. വീട് തോറും അടിക്കുക. അവരെന്തെങ്കിലും തരുന്നത് നമ്മൾ ദക്ഷിണായിട്ട് തരും. അതിന് തന്നെ നമ്മളിങ്ങനെ സ്വീകരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. വിഷുക്കാലത്ത് തിരുനെല്ലിയിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണ് കാട്ടുനായ്ക്ക് വിഭാഗക്കാരുടെ കോടങ്കിയാട്ടമെന്ന കൊൽക്കളി. ഗോത്രത്തിന്റെയും നാടിന്റെയും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി 7 നാൾ നോമ്പ് നോറ്റ് വീടുകളിലും ക്ഷേത്രങ്ങളിലും വഴിപാടായി തേൻകുറുമാർ നടത്തുന്ന കോൽക്കളി വിഷുവിന് തലേന്ന് തിരുനെല്ലി ക്ഷേത്രമുറ്റത്താണ് സമാപിക്കുന്നത്. വയനാട്ടിലെ വിഷുക്കാലത്ത് ഒരു ഉത്സവമാക്കി മാറ്റുന്നത് ഗോത്ര സമൂഹത്തിന്റെ ഇത്ര ആചാരങ്ങൾ കൂടി ചേർന്നാണ്. ക്യാമറാമാൻ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.